പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4 ആണ്, ഡേറ്റ ഹാൻഡ്ലിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കി ആദ്യം നമ്മൾ ഡേറ്റ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇഫ് യു ആസ്ക് യുവർ ക്ലാസ്മേറ്റ്സ് അബൌട്ട് ദെയർ ഫേവറേറ്റ് കളേഴ്സ് യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് കളേഴ്സ്. ദിസ് ലിസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡേറ്റ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഫേവറേറ്റ് കളറ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കളേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും അല്ലേ? ഈ ലിസ്റ്റിനെ നമുക്ക് ഡേറ്റയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. സിമിലർലി ഇഫ് യു മെഷർ ദ വെയ്റ്റ് ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് യു വുഡ് ഗെറ്റ് എ കളക്ഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് വെയ്റ്റ്, അഗെയിൻ ഡേറ്റ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ വെയ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? മെഷേഴ്സ് ഓഫ് വെയ്റ്റ്. അതും ഒരു കളക്ഷനാണ്. അതിനെ നമുക്ക് എന്തു പറയാം? ഡേറ്റ എന്ന് പറയാം. അപ്പോൾ ഡേറ്റ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിയേ, any collection of facts, numbers, measures, observations or other descriptions of things that convey information about those things is called data. അപ്പോൾ ഡേറ്റ എന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തുവിൻ്റെ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന കളക്ഷനെ നമുക്ക് എന്തു പറയാം? ഡേറ്റ എന്ന് പറയാം. അത് നമ്പേഴ്സ് ആകാം, ഫാക്ട്സ് ആകാം, മെഷേഴ്സ് ആകാം, ഒബ്സർവേഷൻസ് ആകാം, എന്തുമാകാം. അതെന്ത് ചെയ്യണം? അതിൻ്റെ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയുള്ളതിനെ നമുക്ക് ഡേറ്റ എന്ന് പറയാം. അപ്പോൾ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് കളക്റ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഡേറ്റ. അപ്പോൾ ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. നവ്യ ആൻഡ് നരേഷ് ആർ ഡിസ്കസിങ് ദെയർ ഫേവറേറ്റ് ഗെയിംസ്. അപ്പോൾ നവ്യ പറഞ്ഞു, ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് ഗെയിം. ഐ തിങ്ക് ക്രിക്കറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം ഇൻ അവർ ക്ലാസ്. അപ്പോൾ നവ്യയ്ക്ക് ഇഷ്ടം ക്രിക്കറ്റാണ്. അവളുടെ ക്ലാസ്സിലെ മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ഗെയിമും ക്രിക്കറ്റാണ് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പോൾ നരേഷ് എന്താ പറഞ്ഞത്? ഐ പ്ലേ ക്രിക്കറ്റ് സംടൈംസ് ബട്ട് ഹോക്കി ഈസ് ദ ഗെയിം ഐ ലൈക്ക് ദി മോസ്റ്റ്. പക്ഷേ നരേഷിന് ഇഷ്ടം ഹോക്കിയാണ്. ഐ എം നോട്ട് ഷുവർ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം ഇൻ അവർ ക്ലാസ്. അപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ മോസ്റ്റ് പോപ്പുലർ ഗെയിം എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ടു ഫിഗർ ഔട്ട് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം ഇൻ ദെയർ ക്ലാസ് വാട്ട് ഷുഡ് നവ്യ ആൻഡ് നരേഷ് ഡു? അപ്പോൾ മോസ്റ്റ് പോപ്പുലർ ഗെയിം കണ്ടുപിടിക്കാൻ നവ്യയും നരേഷും എന്ത് ചെയ്യും? ക്യാൻ യു ഹെൽപ്പ് ദം? അപ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ? നരേഷ് ആൻഡ് നവ്യ ഡിസൈഡഡ് ടു ഗോ ടു ഈച്ച് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് ആസ്ക് വാട്ട് ദെയർ ഫേവറേറ്റ് ഗെയിം ഈസ്. അപ്പം നവ്യയും നരേഷും ഓരോ സ്റ്റുഡൻസിൻ്റെയും അടുത്ത് പോയിട്ട് അവരുടെ ഫേവറേറ്റ് ഗെയിം എന്താണ് എന്ന് ചോദിക്കാനായിട്ട് തീരുമാനിച്ചു. ദെൻ ദേ പ്രിപ്പയർഡ് എ ലിസ്റ്റ്. എന്നിട്ട് അവരൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. നവ്യ ഈസ് ഷോവിങ് ദ ലിസ്റ്റ്. അപ്പോൾ നവ്യ ഇവിടെ ആ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓരോരുത്തരുടെയും പേരും തന്നിട്ടുണ്ട്. അവർക്കിഷ്ടമുള്ള ഗെയിമുകളും ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സ്റ്റുഡൻസിൻ്റെ പേരും അവർക്കിഷ്ടമുള്ള ഗെയിമുകളും ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് നവ്യ തയ്യാറാക്കി. ഷീ സേസ് ഹാപ്പിലി ഐ ഹാവ് കളക്റ്റഡ് ദി ഡേറ്റ. അപ്പോൾ നോക്കി ഇവിടെ നവ്യ അവർക്ക് ഇഷ്ടമുള്ള ഓരോ സ്റ്റുഡൻസിനും ഇഷ്ടമുള്ള ഗെയിമുകളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അവൾ ഡേറ്റ ഇവിടെ കളക്ട് ചെയ്തു. അപ്പോൾ ഇതെന്താണ് എന്ന് പറയാം? ഇത് ഡേറ്റയാണ്. എന്തിൻ്റെ ഡേറ്റയാണ്? അവളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ. ആ ഒരു ഡേറ്റയാണ് ഇവിടെ ഉള്ളത്. ഐ ക്യാൻ ഫിഗർ ഔട്ട് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം നൗ. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ മോസ്റ്റ് പോപ്പുലർ ഗെയിം ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. എ ഫ്യൂ അതർ ചിൽഡ്രൻ ആർ ലുക്കിംഗ് അറ്റ് ദ ലിസ്റ്റ് ആൻഡ് വണ്ടറിങ് വി കാൺട്ട് യെറ്റ് സീ ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം, ഹൗ ക്യാൻ വി ഗെറ്റ് ഇറ്റ് ഫ്രം ദിസ് ലിസ്റ്റ്? അപ്പോൾ മറ്റ് ചില സ്റ്റുഡൻസ് ഇത് നോക്കിയിട്ട് അവർക്കിതിൽ നിന്ന് മോസ്റ്റ് പോപ്പുലർ ഗെയിം ഏതാണ് എന്ന് കാണാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? അപ്പോൾ നോക്കി ഇവിടെ നമുക്കൊരു ഫിഗർ ഇറ്റ് ഔട്ട് തന്നിട്ടുണ്ട്. വാട്ട് വുഡ് യു ഡു ടു ഫൈൻഡ് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം എമംഗ് നരേഷ് ആൻഡ് നവ്യാസ് ക്ലാസ്മേറ്റ്സ്? അപ്പോൾ ഇവിടെ മോസ്റ്റ് പോപ്പുലർ ഗെയിം നരേഷിൻ്റെയും നവ്യയുടെയും ക്ലാസ്മേറ്റ്സിൻ്റെ ഇടയ്ക്ക് വന്ന് മോസ്റ്റ് പോപ്പുലർ ഗെയിം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഈ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് മോസ്റ്റ് പോപ്പുലർ ഗെയിം കണ്ടുപിടിക്കുക? ഇവിടെ നോക്കി, ഇപ്പോൾ കബഡി ഇതാ ഇവിടെ തന്നിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ കബഡി 1, 2, 3 ഇങ്ങനെ കുറേ സ്റ്റുഡൻസിന് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് മോസ്റ്റ് പോപ്പുലർ ഗെയിം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മോസ്റ്റ് പോപ്പുലർ ഗെയിം കണ്ടുപിടിക്കണേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് 2 കോളമുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്നിനകത്ത് ഗെയിം നെയിമും അടുത്തതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇങ്ങോട്ട് ഞാൻ 2 കോളമുള്ള ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോളം ഗെയിം, അടുത്തത് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഗെയിമിനകത്ത് ഏതൊക്കെ ഗെയിമാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കബഡി ഉണ്ട്, കബഡി. പിന്നെന്താ, ഹോക്കി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കബഡി ഉള്ളത് എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് ടിക്ക് ചെയ്തിട്ട് ആദ്യം അങ്ങ് മാർക്ക് ചെയ്യുക കേട്ടോ. ഒന്നെങ്കിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടിക്ക് ഇടുക. 1, 2, 3. പിന്നെ എവിടെയാണ് ഉള്ളത്? 3, 4, 5, 6. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? 6 എഴുതാം. ഈ ക്ലാസ്സിൽ 6 സ്റ്റുഡൻസിന് കബഡി ഇഷ്ടമാണ്. അടുത്തത് ഹോക്കി. എത്ര പേർക്കുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 സ്റ്റുഡൻസിന് ഹോക്കി ഇഷ്ടമാണ്. ഇനി അടുത്തത് സറ്റോലിയ അല്ലെങ്കിൽ പിറ്റു. അപ്പോൾ ഞാനിവിടെ പിറ്റു എന്ന് എഴുതുന്നു. അതെത്ര പേർക്ക് ഇഷ്ടമാണ്? 1, 2, 3, 4, 5 സ്റ്റുഡൻസിന് ഇഷ്ടമാണ്. ഇനി അത് കഴിഞ്ഞ് ക്രിക്കറ്റ്. 1, 2, 3, 4, 5, 6. ടോട്ടൽ 6 സ്റ്റുഡൻസിനാണ്. അടുത്തത് ബാഡ്മിൻ്റൺ. 1, 2 സ്റ്റുഡൻസിനെ ബാഡ്മിൻ്റൺ ഇഷ്ടമുള്ളൂ. അടുത്തത് ഫുട്ബോൾ. 1, 2, 3, 4 സ്റ്റുഡൻസിന് ഇഷ്ടമാണ്. ഇനി നമ്മളിവിടെ ഒന്നും എഴുതാനില്ലല്ലോ, എല്ലാം കണ്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുകയോ ഒന്നെങ്കിൽ ടിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ എഴുതിയ ഡേറ്റയിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഇതിൽ നിന്ന് മോസ്റ്റ് പോപ്പുലർ ഗെയിം കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ. ഇങ്ങനെ ഒരു ഡേറ്റയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ഇങ്ങനെ നോക്കണം. അതേസമയം ഇങ്ങനത്തെ ഡേറ്റയാണെങ്കിലോ നമുക്കിതിൽ നിന്ന് എളുപ്പം പറയാൻ പറ്റും ഏതാണ് മോസ്റ്റ് പോപ്പുലർ ഗെയിം. ഹോക്കിയാണ്. 8 സ്റ്റുഡൻസിന് ഹോക്കി ഇഷ്ടമാണ്. അപ്പോൾ മോസ്റ്റ് പോപ്പുലർ ഗെയിം ഹോക്കിയാണ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് പോപ്പുലർ ഗെയിം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം വി ഷുഡ് ക്രിയേറ്റ് എ ടേബിൾ വിത്ത് 2 കോളംസ്. 2 കോളമുള്ള ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. 1 ഫോർ ദ ഗെയിം നെയിം ആൻഡ് 1 ഫോർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ചൂസ് ഈച്ച് ഗെയിം. By referring the narrator's and Navya's list, for each game count how many students selected it and record that number in the table. The game with the highest count will be the most popular game. അപ്പോൾ ഹയസ്റ്റ് കൗണ്ട് ഉള്ളതായിരിക്കും മോസ്റ്റ് പോപ്പുലർ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ നോക്കിയാൽ വാട്ട് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം ഇൻ ദർ ക്ലാസ്. അത് നമ്മളിവിടെ കണ്ടു. എന്താണ്? ഹോക്കിയാണ് അല്ലേ. അടുത്തത് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം എമംഗ് യുവർ ക്ലാസ്മേറ്റ്സ്. അത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ട് നിങ്ങൾ സ്വയം ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനും നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ. അടുത്തത് ശ്രീ നിലേഷ് ഈസ് എ ടീച്ചർ. He decided to bring sweets to the class to celebrate the new year. The sweets shop nearby has jalebi, gulab jamun, gujia, barfi and rasgulla. He wanted to know the choice of the children. He wrote the name of the sweets on the board and asked each child to tell him their preference. He put a tally mark for each student, and when the count reached 5, he put a line through the previous 4 and make it as ഇതേപോലെ എഴുതും.
അപ്പം നിലേഷ് ടീച്ചറ് ന്യൂ ഇയർ ഫെസ്റ്റിവലിന് സ്വീറ്റ്സ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സ്വീറ്റ്സ് ഏതൊക്കെയാണ്? ജിലേബി, ഗുലാബ് ജാമുൻ, ഗുജിയ, ബർഫി, രസഗുള. അപ്പോൾ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് വന്ന് എന്ത് ചെയ്യാണ്, എത്ര എണ്ണം വേണമെന്നുള്ളത് കൗണ്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ടാലി മാർക്ക് യൂസ് ചെയ്തിട്ടാണ് ടീച്ചർ എന്ത് ചെയ്തത്, കൗണ്ട് ചെയ്തത്. അപ്പോൾ നോക്കിയേ, 5 സ്വീറ്റ്സിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തരോടും ചോദിച്ചിട്ട് ഓരോരുത്തരും പറയുമ്പോൾ എന്ത് ചെയ്യും, ഓരോ ടാലി മാർക്കുകൾ കൊടുക്കും. അപ്പോൾ 4 എണ്ണം ഇങ്ങനെ വരച്ചിട്ട് 5ാമത്തെ കൗണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ 4 എണ്ണത്തിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം, ഇത് 5 ആണ് എന്നും മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത 6 വരുമ്പം വീണ്ടും അടുത്ത ലൈൻ ഇടും. 6, 7, 8, 9, 10 വരുമ്പം ഇങ്ങനെ വീണ്ടും കട്ട് ചെയ്യും. അപ്പം 4 ലൈൻ വരച്ചിട്ട് 4 ടാലി മാർക്ക് വരച്ചിട്ട് 5ാമത്തതിന് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഇതൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് 5 ആണ് എന്നും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ജലേബി ഇഷ്ടമുള്ളത് 5+1 6 സ്റ്റുഡൻസിനാണ്. ഗുലാബ് ജാമുൻ ഇഷ്ടമുള്ളത് ഇവിടെ 5, 6, 7, 8, 9 സ്റ്റുഡൻസിനാണ്. ഗുജിയ ഇഷ്ടമുള്ളതോ 5+5 10, 11, 12, 13 സ്റ്റുഡൻസിനാണ്. ബർഫി ഇഷ്ടമുള്ളത് 3 സ്റ്റുഡൻസിന്. രസഗുള 5, 6, 7 സ്റ്റുഡൻസിനാണ് രസഗുള ഇഷ്ടമായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഫിഗർ ഇറ്റ് ഔട്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ടു ഹെൽപ്പ് ശ്രീ നിലേഷ് ടു പർച്ചേസ് ദ കറക്റ്റ് നമ്പർ ഓഫ് സ്വീറ്റ്സ്. അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹൗ മെനി സ്റ്റുഡൻസ് ചൂസ് ജിലേബി? എത്ര സ്റ്റുഡൻസ് ജിലേബി ചൂസ് ചെയ്തു? എത്ര സ്റ്റുഡൻസ് ആണ്? 6 സ്റ്റുഡൻസ്. ബർഫി വാസ് ചൂസൺ ബൈ ഡാഷ് സ്റ്റുഡൻസ്. ബർഫി എത്ര സ്റ്റുഡൻസ് ആണ്? 3. ഹൗ മെനി സ്റ്റുഡൻസ് ചൂസ് ഗുജിയ? എത്രയാണ്? 13. രസഗുള വാസ് ചോസൺ ബൈ 7 സ്റ്റുഡൻസ്. ഹൗ മെനി സ്റ്റുഡൻസ് ചോസ് ഗുലാബ് ജാമുൻ? ഗുലാബ് ജാമുൻ 9 സ്റ്റുഡൻസ് ആണല്ലേ, 9. ശ്രീ നിലേഷ് റിക്വസ്റ്റഡ് വൺ ഓഫ് ദി സ്റ്റാഫ് മെമ്പേഴ്സ് ടു ബ്രിങ് ദ സ്വീറ്റ്സ് ആസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ നിലേഷ് ഒരു സ്റ്റാഫ് മെമ്പറിനോട് റിക്വസ്റ്റ് ചെയ്തു ടേബിളിൽ ഗിവൺ ചെയ്തിരിക്കുന്നത് പോലെ സ്വീറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി. ദ എബവ് ടേബിൾ ഹെൽപ്ഡ് ഹിം ടു പർച്ചേസ് ദി കറക്റ്റ് നമ്പർ ഓഫ് സ്വീറ്റ്സ്. അപ്പോൾ ഈ മുകളിലുള്ള ടേബിള് കറക്റ്റ് നമ്പർ ഓഫ് സ്വീറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവനെ എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. ഈസ് ദി എബവ് ടേബിൾ സഫിഷ്യൻറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ഈച്ച് ടൈപ്പ് ഓഫ് സ്വീറ്റ് ടു ദി കറക്റ്റ് സ്റ്റുഡൻറ്റ്? അപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന ടേബിൾ സഫിഷ്യൻ്റ് ആണോ? എന്തിനു വേണ്ടിയാണ്? ഓരോ കറക്റ്റ് സ്റ്റുഡൻറ്റിനും ഓരോ ടൈപ്പിലുള്ള സ്വീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മുകളിൽ തന്നിരിക്കുന്ന ടേബിൾ സഫിഷ്യൻ്റ് ആണോ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് വാട്ട് ഈസ് ദി ഓൾട്ടർനേറ്റീവ്? സഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന ടേബിളിൽ നോക്കിയേ, സ്വീറ്റ്സിനൊരു കോളം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസിനൊരു കോളം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഓരോ കറക്റ്റ് സ്റ്റുഡൻറ്റിനും ഓരോ ടൈപ്പ് സ്വീറ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ? ഇവിടെ നമുക്ക് സ്വീറ്റും നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ജലേബി ഇഷ്ടപ്പെടുന്ന 6 സ്റ്റുഡൻസ് ഉണ്ട്, ഗുലാബ് ജാമുൻ ഇഷ്ടപ്പെടുന്ന 9 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട് എന്നറിയാം, പക്ഷെ ഓരോ സ്റ്റുഡൻസിനും ഇഷ്ടമുള്ളത് ഏതാണ് എന്ന് അറിയില്ല അല്ലേ. ഇതിനകത്തുനിന്ന് 6 സ്റ്റുഡൻസിന് ജലേബി ഇഷ്ടമാണെന്നേ അറിയത്തുള്ളൂ. ഏതൊക്കെ സ്റ്റുഡൻസിനാണ് ജലേബി ഇഷ്ടമുള്ളതെന്ന് ഈ ടേബിൾ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ കറക്റ്റ് സ്റ്റുഡൻസിന് ഈച്ച് ടൈപ്പ് ഓഫ് സ്വീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ടേബിള് സഫിഷ്യൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നോ എന്ന് പറയാം അല്ലേ. നോ, ദ ടേബിൾ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ഈച്ച് ടൈപ്പ് ഓഫ് സ്വീറ്റ് ടു ദി കറക്റ്റ് സ്റ്റുഡൻറ്റ്. കാരണം എന്താണ്? ദ ടേബിൾ ഓൺലി ഷോസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് who like each sweet but does not specify which individual prefer which sweet. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതിന് ഓൾട്ടർനേറ്റീവ് നമുക്ക് എന്തെഴുതാം? അവർ പ്രിഫർ ചെയ്ത സ്വീറ്റിൻ്റെ കൂടെ ഓരോ സ്റ്റുഡൻസിൻ്റെയും നെയിമും കൂടെ ലിസ്റ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് സ്റ്റുഡൻറ്റിന് ഈച്ച് ടൈപ്പ് ഓഫ് സ്വീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. Okay, to organize the data,
അപ്പോൾ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നതിന് വി ക്യാൻ റൈറ്റ് ദ നെയിം ഓഫ് ഈച്ച് സീറ്റ് ഇൻ വൺ കോളം ആൻഡ് യൂസിങ് ടാലി സൈൻസ് നോട്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ പ്രിഫർ ദി സ്വീറ്റ്. ഇങ്ങനെയാണ് ഇവിടെ ഡേറ്റ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരു കോളത്തിൽ ഓരോ സ്വീറ്റിൻ്റെയും നെയിം എഴുതി ടാലി സൈൻസ് യൂസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഓരോരുത്തരും പ്രിഫർ ചെയ്യുന്ന സീറ്റിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസും എഴുതാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ദ നമ്പർ 6, 9 എക്സെട്ര ആർ ദി ഫ്രീക്വൻസീസ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മളിവിടെ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുക കേട്ടോ. നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഫ്രീക്വൻസി എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നും പറഞ്ഞെടുക്കുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി എപ്പോഴും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം വേറൊരു ടേബിൾ വരുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഇന്ന് നോക്കിയേ, സുശ്രീ സന്ധ്യ ആസ്ക്ഡ് ഹെയർ സ്റ്റുഡൻസ് അബൌട്ട് ദി സൈസസ് ഓഫ് ദി ഷൂസ് ദേ വിയർ. ഷീ നോട്ടഡ് ദ ഡേറ്റ ഓൺ ദി ബോർഡ്. അപ്പോൾ സന്ധ്യ അവരുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ അവർ വെയർ ചെയ്യുന്ന ഷൂവിൻ്റെ സൈസ് ചോദിച്ചിട്ട് അതിൻ്റെ ഡേറ്റ ബോർഡിൽ നോട്ട് ചെയ്തു. അപ്പോൾ നോക്കി, ആ ഡേറ്റയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി, ഈ ഒരു ഡേറ്റ നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒന്നും പറയാൻ കഴിയില്ല അല്ലേ. ഷീ ദെൻ അറേഞ്ച് ദ ഷൂ സൈസ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. എന്നിട്ട് ഈ ഷൂ സൈസിനെ അവൾ എന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുത് തൊട്ട് സ്മോൾ ടു ബിഗ് എഴുതുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ 3 ആണ്. അപ്പോൾ 3 എത്ര എണ്ണം ഉണ്ടോ അത് മുഴുവൻ ഒരുമിച്ച് എഴുതി. അടുത്തത് 4 ഒരുമിച്ച് എഴുതി, 5 ഒരുമിച്ച് എഴുതി, 6 ഒരുമിച്ച് എഴുതി, അത് കഴിഞ്ഞ് 7. ഇതിനെയാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ നമ്മൾ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടത്? ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നത് 2 കോളം ഉണ്ടാക്കി, ഒന്നിനകത്ത് നമുക്ക് എന്താണോ ഡേറ്റ തന്നിരിക്കുന്നത്, ഇപ്പോൾ ഗെയിംസ് ആണെങ്കിൽ ഗെയിംസിൻ്റെ പേരെഴുതും, പിന്നെന്താ സ്വീറ്റ്സ് ആണെങ്കിൽ സ്വീറ്റ്സിൻ്റെ പേരെഴുതും. രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഗെയിംസ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ, ഇങ്ങനെ കോളം ഉണ്ടാക്കിയാണ് ഡേറ്റ ഓർഗനൈസ് ചെയ്തത്. ഇവിടെ എങ്ങനെയാണ് എന്ന് നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത ഫിഗർ ഇറ്റ് ഔട്ട് നോക്കിയേ. ഹെൽപ്പ് ഹെർ ടു ഫിഗർ ഔട്ട് ദ ഫോളോയിങ്. ദ ലാർജസ്റ്റ് ഷൂ സൈസ് ഇൻ ദി ക്ലാസ് ഈസ്. ക്ലാസ്സിലെ ലാർജസ്റ്റ് ഷൂ സൈസ് എത്രയാണ്? 7 ആണ് ഇവിടെ ലാർജസ്റ്റ് അല്ലേ. ദ സ്മോളസ്റ്റ് ഷൂ സൈസ് ഇൻ ദ ക്ലാസ്, അതെത്രയാണ്? 3. ദർ ആർ ഡാഷ് സ്റ്റുഡൻസ് ഹൂ വിയർ ഷൂ സൈസ് 5. അപ്പോൾ ഷൂ സൈസ് 5 ഉള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നോക്കിയേ. ഇതാണ് ഷൂ സൈസ് 5 ഉള്ളത്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. 10 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ദർ ആർ ഡാഷ് സ്റ്റുഡൻസ് ഹൂ വിയർ ഷൂ സൈസ് ലാർജർ ദാൻ 4. ഷൂ സൈസ് 4-നേക്കാട്ടിൽ ലാർജർ ആയിട്ടുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 4-നേക്കാട്ടിൽ ലാർജറാണ്. അപ്പോൾ ഏതൊക്കെ വരും? 5ഉം 6ഉം 7ഉം വരും. അപ്പോൾ 5 വരെ 10 ആയിരുന്നു. 11, 12, 13, 14, 15, മൊത്തം 15 ഉണ്ടല്ലേ. ഷൂ സൈസ് 4-നേക്കാട്ടിൽ ലാർജറായിട്ട് വരുന്ന 15 സ്റ്റുഡൻസ് ഉണ്ട്. അടുത്തത്, ഹൗ ഡിഡ് അറേഞ്ചിങ് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ ഹെൽപ്പ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻ. ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തത് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയേണ്ടത്. എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ enables us to find the smallest shoe size, largest shoe size and the shoe size lying between them. അപ്പോൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് ഷൂ സൈസ്, ലാർജസ്റ്റ് ഷൂ സൈസ്, അതിനിടയ്ക്കുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു. ആർ ദർ അതർ വേയ്സ് ടു അറേഞ്ച് ദ ഡേറ്റ? ഇനി ഈ ഡേറ്റ അറേഞ്ച് ചെയ്യാൻ വേറെ വഴികളുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. വേറെ വഴികളുണ്ട്. യെസ്, എങ്ങനെ ചെയ്യാം? ദ ഗിവൺ ഡേറ്റ ക്യാൻ ഓൾസോ ബി അറേഞ്ച്ഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഇതിനെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോർഷൻസ് മതി. ഇനി ബാക്കിയുള്ള പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.